മരണത്തെ നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തിയ, മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. സകല നാമത്തിലും മേലായ നാമം നൽകി നമ്മുടെ കർത്താവായ യേശുവിനെ ഉയർത്തിയ പിതാവായ ദൈവത്തിന് മഹത്വവും പുകഴ്ചയും ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ ആഴ്ചയുടെയും അവസാനത്തെ ദിവസം നമുക്കൊരുമിച്ച് തിരുവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവത്തിന് നമ്മോടുള്ള കരുണയ്ക്കായിട്ടും സ്നേഹത്തിനായിട്ടും ഞാൻ കർത്താവിനെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. തിരുച്ചിറകടിയിൽ നമ്മെ എല്ലാവരെയും ദൈവം പിന്നെയും മറയ്ക്കുകയും ദുഷ്ടങ്കിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. ആ വാക്യങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചുകൊണ്ട് ഇന്ന് ദൈവവചന പഠനം നമുക്ക് തുടരാം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴും. സ്തോത്രം. താങ്ക് യു വർക്കിച്ചാൻ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4, 5, 6 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വിവിധ വിഷയങ്ങളിൽ ഒന്നാണ് മരിച്ചവരുടെ പുനരുത്ഥാനം. കുറെ കൂടെ വ്യക്തമാക്കിയാൽ 1-ാം പുനരുത്ഥാനം. നാം അതേ സംബന്ധിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പഴയ പുതിയ നിയമങ്ങളിൽ പുനരുത്ഥാനത്തിന്റെ തെളിവുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിക്കൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിൽ നമ്മൾ ഇന്നലെ ചിന്തിച്ചത് പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് എപ്പോഴായിരിക്കും എന്നതായിരുന്നു. പല അഭിപ്രായങ്ങൾ അതേക്കുറിച്ചുണ്ട്. ധാരാളം പേര് വിശ്വസിക്കുന്നതും കരുതുന്നതും ഈ വെളിപ്പാട് 20-ന്റെ 4-ാം വാക്യത്തിൽ പറയുന്ന ഉയർപ്പിലാണ് പഴയ നിയമ വിശുദ്ധന്മാർ എന്ന് വെച്ചാൽ ഹാബേൽ തുടങ്ങി ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ക്രൂശിൽ മാനസാന്തരപ്പെട്ട കള്ളൻ വരെയുള്ള വ്യക്തികൾ ഉയർത്തെഴുന്നേൽക്കുന്നതെന്നാണ്. എന്നാൽ നമ്മൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിന്ത കണ്ടു. ഈ അഭിപ്രായം വെച്ച് പുലർത്തുന്ന പല വേദ പഠിതാക്കളുമുണ്ട്. നമ്മളും അവരോട് ചേർന്ന് ചിന്തിക്കുന്നത് യേശുക്രിസ്തുവിനുള്ളവരായിരുന്നു പഴയ നിയമ വിശുദ്ധന്മാർ എന്നതുകൊണ്ട് അവരിലും ക്രിസ്തുവിന്റെ ആത്മാവ് വസിച്ചിരുന്നു എന്നതുകൊണ്ട് അങ്ങനെ 10-13ഓളം കാര്യങ്ങൾ നമ്മൾ കണ്ടു. അവരും ദൈവസഭയുടെ ഉയർപ്പിൽ ഉയർത്തെഴുന്നേൽക്കുവാനാണ് കൂടുതൽ സാധ്യത എന്ന്. ഇനി അവർ ഉയർത്തെഴുന്നേൽക്കുന്ന സമയം ഏത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടതില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. മറ്റൊരാൾ മറ്റൊരഭിപ്രായം വെച്ച് പുലർത്തുന്നെങ്കിൽ അത് പാപമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ വിടുന്നു. എന്നാൽ മരിച്ചവരുടെ ഉയർപ്പുണ്ടാകും
വിശുദ്ധന്മാരുടെയും നീതിമാന്മാരുടെയും ഉയർപ്പുകൾ വ്യത്യസ്തമായിരിക്കും എന്നുള്ള അടിസ്ഥാന വിശ്വാസം നാം കൈവിടാതിരിക്കുക. ഇത്രയും കാര്യങ്ങളിൽ മറ്റ് സംശയങ്ങൾ ഒന്നുമില്ല എന്നാണ് കരുതുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ ചില വിഷയങ്ങൾക്ക് സംശയ നിവാരണം വരുത്തിയത്. ശരി, ചോദ്യങ്ങളൊന്നുമില്ലെങ്കിൽ ഇന്ന് നമ്മൾ നോക്കുന്നത് why resurrection, why ഉയർത്തെഴുന്നേൽപ്പ് എന്തുകൊണ്ട്, അതുമല്ലെങ്കിൽ the necessity of resurrection, is it necessary? ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണോ? ഉയർപ്പിന്റെ ആവശ്യകത എന്ത്? ഇതാണ് നാം ഇന്ന് നോക്കുന്നത്. ഇവിടെ നമ്മൾ ഉയർപ്പ് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇന്നലെ ഞങ്ങൾ പറഞ്ഞു, രൂപാന്തരം എന്നുള്ളതാണ്. either resurrection or transformation. Together we will receive a conformation to the glorious body of Jesus. ക്രിസ്തുവിൽ മരിച്ചവരുടെ പുനരുത്ഥാനവും ക്രിസ്തുവിൽ ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും. അങ്ങനെ ഒന്നുകിൽ ഉയർപ്പ് അല്ലെങ്കിൽ രൂപാന്തരം. ഈ രണ്ടു കൂട്ടർക്കും അതിനുശേഷം ലഭിക്കുന്നതാണ് തേജസ്കരണം, ഗ്ലോറിഫിക്കേഷൻ, യാഫർ കൺഫോർമേഷൻ, യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോടുള്ള അനുരൂപപ്പെടൽ. സ്തോത്രം. ഇതിന്റെ ആവശ്യകത എന്ത്? why resurrection? ഇതിന്റെ ആവശ്യകത എന്താണ്? പുനരുത്ഥാനം ആവശ്യമാണോ? ഇത് ആവശ്യമായിട്ടുള്ളതാണോ? നിങ്ങളും കൂടെ വന്നേരെ, നമുക്ക് ഒരുമിച്ച് ഇന്ററാക്ഷനിലൂടെ അങ്ങ് പോയേക്കാം. ന്യായവിധി നടക്കണമെങ്കിൽ പുനരുത്ഥാനം നടക്കണമല്ലോ. ശരി, വേറെന്തെങ്കിലും? തേജസ്കരണം നടക്കണമെങ്കിൽ പുനരുത്ഥാനം ആവശ്യമാണ്. ന്യായവിധിക്കും തേജസ്കരണത്തിനും പുനരുത്ഥാനം ആവശ്യമുണ്ട്. ശരി, മറ്റെന്തെങ്കിലും? ക്രിസ്തുവിനോട് കൂടെ ഇരിക്കണമെങ്കിലും ആവശ്യമാണ്. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും അതാണ് അതിപ്രധാനമായ സംഗതി. സ്രഷ്ടാവായ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് ഏറ്റവും അധികമായിട്ട് ആഗ്രഹിച്ചതും പദ്ധതിയിട്ടതുമാണ് നാം അവനോട് സമരായിത്തീരുക. സ്തോത്രം. നാം ദൈവ തേജസ് ഉള്ളവരായിരിക്കുക. ദൈവത്തിന്റെ തേജസ് പ്രാപിച്ച് ദൈവത്തെ പോലെ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുക എന്നതാണ് സൃഷ്ടിപ്പിൽ തന്നെ നമ്മെക്കുറിച്ചുള്ള ദൈവോദ്ദേശം. The creational purpose of God for man
that man be with God, and therefore let him be like him. നാം ദൈവത്തോടൊപ്പമായിരിക്കുക, ദൈവം നമ്മോടൊപ്പമായിരിക്കുക. മ്യൂച്വൽ കോൺട്രാക്ച്വൽ ഫെലോഷിപ്പ് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് മാൻ. മനുഷ്യനും ദൈവവും തമ്മിൽ ഉള്ള സമഗ്രമായ പാരസ്പരികമായ കൂട്ടായ്മ ബന്ധം. ഇതാണ് ദൈവം നമ്മെപ്പറ്റി ആഗ്രഹിച്ചത്. മനുഷ്യനെ കുറിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചതാണ്. ദൈവത്തോട് അങ്ങനെയുള്ള കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നാം ദൈവത്തെ പോലെ ആകണം. ദൈവ തേജസ്സുള്ളവരായി നാം തീരണം. തേജസ്സുള്ളവരായി തീരണം. ആ ഒരു ദൈവ ഉദ്ദേശമാണ് ഈ പുനരുത്ഥാനത്തിലൂടെ അഥവാ ജീവിച്ചിരിക്കുന്നവരുടെ രൂപാന്തരത്തിലൂടെ ദൈവം ഉദ്ദേശിക്കുന്നത്, നമുക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായർ 2:10 നമ്മൾ വായിക്കുന്നത്, Hebrews 2:10, സകലത്തിനും ലാഭം സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. കണ്ടോ, അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. തേജസ്സിൽ വസിക്കുന്ന ദൈവം നമ്മെയും തേജസ്സിലേക്ക് നടത്തുന്നു. അത് നിത്യതയിൽ ദൈവവും മനുഷ്യനും കൂടെയുള്ള പരസ്പര കൂട്ടായ്മയ്ക്ക് അനിവാര്യമാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, ഉദ്ദേശം, സൃഷ്ടിപ്പിന്റെ ഉദ്ദേശം, ക്രിയേഷണൽ പർപ്പസ്, ദ അൾട്ടിമേറ്റ് പർപ്പസ് ഓഫ് ഗാഡ് ഫോർ മാൻ. മനുഷ്യന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി. പക്ഷേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയുള്ള ഒരു തേജസ്സിലായിരുന്നോ? അല്ല. നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. ഒരു മർത്യമായ ശരീരത്തിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ ഉദ്ദേശം നമ്മെക്കുറിച്ച് സമയമല്ലായിരുന്നു, നിത്യതയായിരുന്നു. മരണമല്ലായിരുന്നു, അമർത്യതയായിരുന്നു. സൃഷ്ടിപ്പിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം തേജസ്സായിരുന്നു. സകലത്തിലും നാം ദൈവത്തോട് അനുരൂപരാകുക എന്നുള്ളതായിരുന്നു. പക്ഷേ പാപം നിമിത്തം ആ അവസ്ഥകൾക്ക് മാറ്റമുണ്ടായി. ഇത് മുന്നറിഞ്ഞ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടി കൊണ്ട്, നിലത്തെ പൊടി കൊണ്ട്. മർത്യമായ ദേഹത്തിൽ, മരിക്കുവാൻ കഴിയുന്ന ശരീരത്തിൽ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ ഈ ഫലം തിന്നുന്ന നാളിൽ മരിക്കും. പക്ഷേ
അതായിരുന്നില്ല ദൈവത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ആത്യന്തികമായ ലക്ഷ്യം ദൈവത്തെ പോലെ നമ്മൾ തേജസ്സുള്ളവരായി ദൈവത്തോടു കൂടെ അനന്തകാലം വസിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ പാപം ഈ അവസ്ഥകളെയൊക്കെ തകിടം മറിച്ചു. എന്താ വെച്ചാ കേട്ടില്ല, മ്യൂട്ടായി. ജോയ്ക്കുട്ടിച്ചാൻ ചോദ്യം കേട്ടില്ല. ഓക്കെ, ദൈവം ഏതോ തോട്ടത്തിൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ മനുഷ്യനെ കാണാൻ വരുന്നത് എങ്ങനെ? തേജസ്സിന്റെ ശരീരത്തോടു കൂടിയാണോ, അല്ല ദൈവത്തിന്റെ തേജസ്സിലാണോ വരുന്നത്, അതോ എങ്ങനെയാ വരുന്നത്? എന്ന് മേലാറുമ്പം വരുന്നത്? നല്ല ചോദ്യം. മനുഷ്യൻ പാപം കൂടാതെ ഇരുന്ന അവസ്ഥയിൽ അവന് യാതൊന്നുമേ ഭയപ്പെടേണ്ടിയിരുന്നില്ല. തേജോമയനായ ദൈവത്തെ നേരിട്ട് കാണുന്നതിലൂടെ അവന്റെ ശരീരത്തിന് നാശം ഭവിക്കുന്ന അഥവാ മരണം ഭവിക്കുന്ന ആ മരണത്തെ പോലും അന്ന് അവന് ഭയപ്പെടേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് ദൈവം തേജസ്സോടെ അവന്റെ അടുക്കൽ വന്നാലും അവന് യാതൊരു കോട്ടവും മരണവും ഭവിക്കുമായിരുന്നില്ല. എന്നാൽ അവൻ പാപം ചെയ്ത ശേഷം അവന് ദൈവത്തെ ഭയമായി. അവൻ ഭയപ്പെട്ട് ഒളിച്ചിരുന്നു, ഓടിപ്പോയി ഒളിച്ചിരുന്നു. അപ്പോഴും ദൈവം അവനെ ശപിച്ച് ഏദനിൽ നിന്നും പുറത്താക്കുന്നത് വരെ അവന് ദൈവത്തിന്റെ തേജസ്സിനെയും ഭയപ്പെടേണ്ടിയിരുന്നില്ല. പക്ഷെ അവൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ ഭയം അവനിൽ വന്നത്. കാരണം ശപിച്ച് അവനെ ഏദന് പുറത്താക്കുമ്പോഴും ദൈവം തന്റെ മഹത്വത്തോടുകൂടെ തന്നെയായിരുന്നു വന്നതെന്ന് നമുക്ക് അനുമാനിക്കാം. അതിനുശേഷമാണ് പാപം മനുഷ്യനെയും ദൈവത്തെയും വിടർത്തി മാറ്റി, അടർത്തി മാറ്റി, അകൽച്ച വരുത്തി ആ മരണഭയം മനുഷ്യനിലേക്ക് കയറിയത്. അതുകൊണ്ട് ഏദനിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ആക്കി വെച്ചു. ആ സമയത്ത് മനുഷ്യന് ദൈവത്തിന്റെ മഹത്വത്തോടുകൂടെ തന്നെ കാണുവാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പാപം ചെയ്യുന്നതിന് മുമ്പ് അവന് മരണഭയം വേണ്ട. ദൈവത്തെ ഇന്ന് മനുഷ്യൻ ഭയപ്പെടുന്നത് പോലെ ദൈവത്തിന്റെ തേജസ്സിനെയോ ശക്തിയെയോ മഹത്വത്തെയോ ഭയപ്പെടേണ്ടിയിരുന്നില്ല. അത്രയ്ക്കുള്ള സ്നേഹ കൂട്ടായ്മയായിരുന്നു ഇരുവർക്കുമിടയിൽ. പാപം ആ കൂട്ടായ്മയെ വിടർത്തിയ ശേഷമാണ് ദൈവമഹത്വത്തെയും ശക്തിയെയും ദൈവത്തിന്റെ ആളത്വത്തെയും പോലും മനുഷ്യൻ ഭയപ്പെടുവാൻ തുടങ്ങിയത്. പാപത്തിന്റെ ശമ്പളം അവന് ശാപമായി വിധിച്ച് അവനെ ഇറക്കി വിട്ട ശേഷമാണ് ആ അകൽച്ച അധികമായത്. അതുകൊണ്ട് ഏദനിൽ ദൈവം മനുഷ്യനെ കാണുവാൻ വരുമായിരുന്നത് തീർച്ചയായും ദൈവമഹത്വത്തോടുകൂടെ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉത്തമം.
പാസ്റ്റർ, താങ്ക് യു. അപ്പൊ ഈ ഉദ്ദേശത്തോടുകൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ പോലും ദൈവം യഥാർത്ഥമായി മനുഷ്യന് വേണ്ടി ആഗ്രഹിച്ച അവസ്ഥയിലോ മഹത്വത്തോടുകൂടെയോ ആയിരുന്നില്ല അവന്റെ സൃഷ്ടി. മനസ്സിലായല്ലോ? ദൈവം മനുഷ്യന് വേണ്ടി ആഗ്രഹിച്ചത്, പറയാം, ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത് അവൻ ദൈവാനുരൂപനായി ദൈവത്തോടുകൂടെ നിത്യത ചിലവഴിക്കണമെന്നായിരുന്നു. പക്ഷേ ദൈവം അവനെ ഏദനിൽ വെച്ച് സൃഷ്ടിച്ചാക്കിയപ്പോൾ ദൈവം അവന് വേണ്ടി ആഗ്രഹിച്ച തേജസ്സിന്റെ പാരമ്യത്തിലാണോ അവനെ സൃഷ്ടിച്ചത്? അല്ല. ദൈവം അവന് വേണ്ടി പദ്ധതിയിട്ട ശരീരത്തിലാണോ ദൈവം അവനെ സൃഷ്ടിച്ചത്? അതുമല്ല. എന്തുകൊണ്ടാണ് നാം അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടെന്നാൽ അന്ന് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപം ചെയ്യാവുന്ന ശരീരത്തിലും മരണം ഏൽക്കാവുന്ന ശരീരത്തിലുമായിരുന്നു. God's original, otherwise eternal purpose for man was his ultimate glory and abiding with God forever in a body that was impeccable, which cannot fall into sin, and incorruptible. But God did not make man in the Garden of Eden in that way. ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിച്ചത് അവന് പാപം ചെയ്യാൻ കഴിയാത്ത ശരീരത്തിൽ, അമർത്യമായ, അനശ്വരമായ, ദ്രവത്വമില്ലാത്ത തേജസ്സിന്റെ അവസ്ഥയിൽ അവൻ ദൈവത്തോടു കൂടെ നിത്യകാലമായിരിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പാപം ചെയ്യാൻ കഴിയാത്ത ഒരു ശരീരത്തിലാണോ ദൈവം അവനെ സൃഷ്ടിച്ചത്? അല്ല. മരിക്കാൻ കഴിയാത്ത ശരീരത്തിൽ, അദ്രവത്വമുള്ള ശരീരത്തിലാണോ ദൈവം അവനെ സൃഷ്ടിച്ചത്? അല്ല. ദൈവത്തെ പോലെ ബാഹ്യ തേജസ്സുള്ള ശരീരത്തിലാണോ ദൈവം അവനെ സൃഷ്ടിച്ചത്? അല്ല. 1 കൊരിന്ത്യർ 15 പൗലോസ് പറയുന്നു, പ്രാകൃത ശരീരം അത്രേ ഒന്നാമത്തേത്. നാച്ചുറൽ ബോഡി, പ്രാകൃത ശരീരം. അപ്പോൾ ദൈവം മനുഷ്യനെ ഏദനിൽ സൃഷ്ടിച്ചാക്കിയ അവസ്ഥ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഉദ്ദേശത്തിന്റെ, ആഗ്രഹത്തിന്റെ പൂർത്തീകരണത്തിലായിരുന്നില്ല. അതിന് ഇനിയും അനേക ദൂരം യാത്ര ചെയ്യേണ്ടിയിരുന്നു. ആ യഥാർത്ഥ ഉദ്ദേശത്തിലേക്ക് മനുഷ്യനെ, അവന്റെ ശരീരത്തെ കൊണ്ടെത്തിക്കുന്നത് എന്തിലൂടെ മാത്രമേ ഉള്ളൂ? ഒന്നുകിൽ മരിച്ച ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലൂടെ, അല്ലെങ്കിൽ ജീവനോടിരിക്കുന്ന ശരീരത്തിന്റെ രൂപാന്തരത്തോടെ.
അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ. സ്തോത്രം. അപ്പൊ സൃഷ്ടിപ്പിൽ തന്നെ ദൈവം ആഗ്രഹിച്ച, പദ്ധതിയിട്ട തേജസ്സിന്റെ അദ്രവത്വമുള്ള, നശിച്ചു പോകാത്ത ശരീരത്തിന്റെ അവസ്ഥയിൽ അല്ലായിരുന്നു. എന്നിട്ടും മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വീണ്ടും എന്ത് സംഭവിച്ചു? മരണം അവന്റെ ശരീരത്തിലേക്ക് കടന്നു, അവന്റെ ജീവനിലേക്ക് കടന്നു. Death entered into his life by sin. Body became corruptible. ശരീരം ദ്രവത്വമുള്ളതായി, മരണമുള്ളതായി മാറി. എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിലൂടെ എന്താ സാധ്യമാകുന്നത്? ഇന്നലെ നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വായിച്ചതുപോലെ മരണം, അതെ, മരണം നീങ്ങി ദ്രവത്വം അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കും. പിന്നെ എന്തില്ല? മരണമില്ല. പിന്നെ എന്ത് സാധ്യമല്ല? പാപം ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്, ആദമിന് ഏദനിൽ നഷ്ടപ്പെട്ട തേജസ് അല്ല എന്ന് പഠിച്ചത്. എന്റെ കൂടെ എല്ലാവരും ഉണ്ടോ? സ്തോത്രം. The glory we are yet to receive is not the same glory as Adam had before his fall. പാപം ചെയ്യുന്നതിന് മുമ്പ് ഏദനിൽ വെച്ച് ആദാമിനുണ്ടായിരുന്ന തേജസ് അല്ല ഉയർത്തെഴുന്നേൽപ്പിലൂടെയോ പുനരുത്ഥാനത്തിൽ അഥവാ രൂപാന്തരത്തിലൂടെയോ നമുക്ക് ലഭിപ്പാൻ പോകുന്നത്. കാരണം നമ്മൾ കണ്ടു, അത് പാപം ചെയ്യാവുന്ന ശരീരവും ആഹാരം കഴിക്കേണ്ടിയിരുന്ന ശരീരവും ദ്രവത്വം അല്ലെങ്കിൽ മരിപ്പാൻ സാധ്യതയുള്ള ശരീരവുമൊക്കെയായിരുന്നു. എന്നാൽ ഇനിയും നമുക്ക് ലഭിപ്പാൻ പോകുന്ന ശരീരമോ യേശുക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അതേ പ്രതിമ. 2 കൊരിന്ത്യർ 3:18 വാക്യം. 2 Corinthians 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അപ്പോൾ പുനരുത്ഥാനം എന്തുകൊണ്ട് ആവശ്യം? 2 പ്രധാന കാരണങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ ആത്യന്തിക ഉദ്ദേശം നാം ദൈവത്തെ പോലെ തേജസ്സുടുത്തവരായി ദൈവത്തോടു കൂടെ കൂട്ടായ്മ ആചരിക്കണം എന്നായിരുന്നു. രണ്ടാമത് നമ്മൾ കണ്ടു, പാപം നിമിത്തം ഈ ശരീരം മർത്യമായി, ദ്രവത്വമുള്ളതായി, തേജസ് ഇല്ലാത്തതായി
അതിന്റെ പരിഹാരം എന്ന വണ്ണം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പും കൂടെ സുസാധ്യമാക്കി തീർക്കുക. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ചോദ്യം? ശരി. അപ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ ആത്യന്തികമായ ഉദ്ദേശം എപ്പോൾ മാത്രമേ നിറവേറുകയുള്ളൂ? ഇന്നലെ നമ്മൾ വായിച്ചിരുന്നു 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിൽ നിന്ന്. ഒന്നും കൂടെ വായിച്ചോളൂ. 53-ാമത്തെ വാക്യം, 53-ാമത്തെ വാക്യം, 53. ഈ ദ്രവത്വമുള്ളത് വായിച്ചോ ക്രിസ്ത്യൻ? ഔരത്വമുള്ളത് ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കണം. 54. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. സ്തോത്രം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ, ഇന്നലെ നമ്മൾ ഹോശയ്യായിൽ വായിച്ച ആ വാഗ്ദത്ത വചനം നിവൃത്തിയാകും. സ്തോത്രം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. അപ്പോൾ ആ വാഗ്ദത്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ ഉയർത്തെഴുന്നേൽപ്പും രൂപാന്തരവും സംഭവിച്ചേ തീരൂ. എങ്കിലേ പാപത്തിന്റെ പൂർണ്ണമായ പരിഹാരമാകൂ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപപരിഹാരത്തിന്റെ പൂർണ്ണത കൈവരിക്കുന്നത് മരണം നീങ്ങുമ്പോൾ മാത്രമാണ്. ഇന്ന് മരണം നീങ്ങിപ്പോയിട്ടില്ല. മരണം നീങ്ങുന്നത് ഒരുവൻ ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കുമ്പോഴാണ്. വ്യക്തിപരമായ ജീവിതത്തിൽ സൃഷ്ടിയിൽ നിന്ന് തന്നെ അതിനെ തുടച്ചു മാറ്റുന്ന കാര്യമാണ് നാം 20-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആവശ്യകത ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ പരമോന്നത ഉദ്ദേശം കൈവരിക്കേണ്ടതിന്, 2 പാപത്തിന്റെ സമ്പൂർണമായ ഫലത്തെ ജയിക്കേണ്ടതിന്. ഓക്കെ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ ദൈവം ആഗ്രഹിച്ചത് എന്താണ്? മരണത്തിൽ നിന്ന് മനുഷ്യൻ വിടുവിക്കപ്പെടുക. അതിനാ യേശു മരിച്ചത്. അതിന്റെ സമ്പൂർണ്ണ ഉദ്ദേശം നിവർത്തിക്കപ്പെടണമെങ്കിൽ ഈ മർത്യമായത് അമർത്യത്തെയും ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ധരിക്കണം. സ്തോത്രം.
1 പത്രോസ് 2:24 വാക്യം ഒന്ന് നമുക്ക് പരിചയമുണ്ട്, എന്നാലും ഒന്ന് വായിച്ചോളൂ. ഫസ്റ്റ് പീറ്റർ 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാവങ്ങളെ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യവും വന്നിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുന്നവരായി തീരണം. സ്തോത്രം. അതിനുവേണ്ടിയാണ് ക്രിസ്തു ക്രൂശിൽ മരിച്ചത്. നമ്മുടെ പാപങ്ങളെ തന്റെ ശരീരത്തിന്മേൽ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി പാപത്തിന് പരിഹാരം വരുത്തി. യേശു കർത്താവ് അടിയേറ്റു. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ അടിപ്പിണരുകൾ യേശു ഏറ്റത് നമ്മുടെ പാപത്തിന്റെ ശിക്ഷയായിട്ടാണ്. നമ്മുടെ ശാരീരിക രോഗങ്ങളെ നീക്കാനല്ല യേശു കഷ്ടതകൾ സഹിച്ചത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് യേശു ക്രൂശിന്മേൽ ചാട്ടവാറടിയിലൂടെയും അടിപ്പിണരുകളാലും സഹിച്ചത്. നമ്മൾ ആ വാക്യത്തെ വെറും രോഗസൗഖ്യത്തിനായി, ശാരീരിക രോഗസൗഖ്യത്തിന്റെ ഒരു ഘടകമായി മാത്രം ഒതുക്കി അരുത്. പാപത്തെ സംബന്ധിച്ച ആ വാക്യം പറയുന്നത്. അതിന്റെ വിശദീകരണമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കും. ആത്മാവിനെ ബാധിക്കുന്ന പാപരോഗത്തിന്, ആ പാപത്തിന്റെ ഫലമായി ഉണ്ടായ മരണത്തിന് പരിഹാരം കണ്ട കാര്യമാണ്. അതിനായിരുന്നു യേശു ചാട്ടവാറടിയേറ്റത്. സ്തോത്രം. ആ വാക്യം ശാരീരിക രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നെങ്കിൽ എനിക്ക് വിരോധമില്ല, പ്രാർത്ഥിച്ചോളൂ. പക്ഷേ അതല്ല ആ വാക്യത്തിന്റെ അർത്ഥവും ഉദ്ദേശം. അങ്ങനെ അതേ പുസ്തകത്തിന്റെ 3:18 കൂടെ വായിച്ചു. ഫസ്റ്റ് പീറ്റർ 3:18. 1 പത്രോസ് 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിനാൽ ജീവിക്കപ്പെടുകയും ചെയ്തു. എന്തിനാണ്? നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതെന്ന്. അകന്നുപോയിരുന്ന മനുഷ്യൻ എത്രയും അടുപ്പിക്കാം, എത്രയും അടുപ്പിക്കണം? ദൈവത്തോട് എത്രമാത്രം നമ്മെ അടുപ്പിക്കണം? എത്ര അകന്നു പോയാൽ അത്ര അടുപ്പിക്കും. സ്തോത്രം. എത്രയും പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപത്തോളും. സ്തോത്രം. മുമ്പേ ജോഗിട്ടൻ ഞാൻ ചോദിച്ചതുപോലെ, ഏദനിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ ഉണ്ടായിരുന്നൊരു കൂട്ടായ്മ. പക്ഷേ വൈകുന്നേരമായിരുന്നു ദൈവം അവരെ കാണാൻ വന്നിരുന്നതെന്ന് നാം അവിടെ കാണുന്നു. അത് മാനുഷിക ഭാഷയിൽ പറഞ്ഞിരിക്കുക. പക്ഷേ ഉൽപ്പത്തി 3:24 തൊട്ടുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നു. ആദാം ഹവ്വമാരെ ദൈവം തന്റെ സന്നിധിയിൽ നിന്നും പുറത്താക്കി, ഏദനിൽ നിന്ന് പുറത്താക്കി, ഏദനിൽ നിന്ന് അവരെ ഇറക്കി വിട്ടു. അങ്ങനെ ദൈവത്തിന് പുറം കാണിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും നടന്ന് അകന്നുപോയ മനുഷ്യനെ
പിടിച്ച് ദൈവത്തിന് അഭിമുഖമാക്കി നിർത്തി ദൈവത്തെയും മനുഷ്യനെയും കൂടെ അടുപ്പിക്കേണ്ടതിന്. പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇരുപക്ഷത്തെയും ഒന്നാക്കേണ്ടതിന്. പത്രോസ് പറയുന്നു അടുപ്പിക്കുക, അടിപ്പിക്കുകയല്ല, അടുപ്പിക്കുക. ബ്രിങ്ങിങ് ക്ലോസർ ആൻഡ് ക്ലോസർ. എത്രയും അവരെ അടുപ്പിക്കണം, മനുഷ്യനെയും ദൈവത്തെയും. മേക്ക് ദം വൺ. മനുഷ്യനും ദൈവവും ഒന്നായി തീരുക. ഈ ഒന്നായി തീരുക എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി, ഇന്ത്യൻ തത്വശാസ്ത്രം അനുസരിച്ചുള്ള അഹം ബ്രഹ്മാസ്മി അല്ല കേട്ടോ. Getting into the Brahma and losing own identity of the Bhakta is not what we mean in the Bible to be one with God. ഇന്ത്യൻ തത്വശാസ്ത്രം, ഭാരതീയ തത്വസംഹിതയനുസരിച്ച് ഭക്തൻ ബ്രഹ്മാവിൽ ലയിച്ചു ചേർന്ന് ഭക്തന്റെ അസ്തിത്വമേ ഇല്ലാതെയായിത്തീരുന്നു. അതല്ല വേദപുസ്തകം പറയുന്ന ക്രിസ്തുവിൽ ഇരുപക്ഷത്തെയും ഒന്നാക്കുക എന്നതിന്റെ അർത്ഥം. പിന്നെന്താ? അതാണ് പറയുന്നത്, ഇരുവരും ഒരു ദേഹമായി തീരും. ഞാൻ സഭയും ക്രിസ്തുവിനെ ഉദ്ദേശത്തെ പറഞ്ഞത് അത് തന്നെയല്ലയോ? അതെ, ഇരുവരും ഒരു ദേഹമായി ഒന്നായി തീരുക എന്ന് വെച്ചാൽ ഇരുവർക്കും, ദൈവത്തിനും മനുഷ്യനും തമ്മിൽ അടുക്കുവാൻ കഴിയാതെ ഇരുന്നത് എന്തായിരുന്നു? പാപം. ആ പാപത്തെ നീക്കുന്നു. മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അടുപ്പിക്കാതിരുന്നത് എന്തായിരുന്നു? ദൈവത്തിന്റെ ന്യായപ്രമാണം. അതിനെയും ക്രിസ്തു നിവർത്തിച്ചു. ഇത് രണ്ടും കഴിഞ്ഞു. പാപത്തെയും നീക്കി ന്യായപ്രമാണത്തെയും നിവർത്തിച്ചു. ക്രിസ്തു ക്രൂശിൽ ദൈവത്തോട് മനുഷ്യൻ അടുക്കുവാൻ കഴിയാതെ കാരണമായിരുന്ന പാപത്തെ എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ അടുത്തു വരുന്നതിന് ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ എന്തായി? ഒരു സ്റ്റംബ്ലിംഗ് ബ്ലോക്കായി, ഒരു തടസ്സമായി നിൽക്കുകയായി പാപം. യേശുക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? നമ്മളിപ്പോൾ വായിച്ച വാക്യങ്ങളുടെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തു? ഈ പാപത്തെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതിനെ നീക്കി രണ്ടാമതൊരു കാര്യവും കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ അവരെ തമ്മിൽ ഒന്നു ചേർന്ന് വരുന്നതിന് തടസ്സമായിട്ട്. അതായിരുന്നു ന്യായപ്രമാണം, ദൈവത്തിന്റെ ന്യായപ്രമാണം. യേശുക്രിസ്തു എന്ത് ചെയ്തു? ആ ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. നിവർത്തിച്ച് ആ ശത്രുത്വത്തെ നീക്കി. അപ്പോൾ പാപത്തെ നീക്കി ന്യായപ്രമാണത്തെ നിവർത്തിച്ചു. ഈ രണ്ട് കാര്യങ്ങളാൽ ഇന്ന് മനുഷ്യന് ദൈവത്തോട് അടുത്തു വരാം.
എന്നാലും ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ അടുത്തു വന്ന് ഇരുവരും ഒന്നായി ചേരാൻ പറ്റുമോ? ഇല്ല. ഒരു കാര്യവും കൂടെ ആവശ്യമുണ്ട്. സ്തോത്രം. ഇന്നെന്താ തടസ്സം? പാപവും ന്യായപ്രമാണവും അല്ല തടസ്സം. പകരം അവിടുന്ന് ആത്മരൂപിയും നമ്മൾ ജഡ ശരീരത്തിലും ആണ് എന്നുള്ളതാണ്. സ്തോത്രം. അവിടുന്ന് ആത്മാവും നമ്മൾ ജഡവും. അപ്പോൾ ദൈവത്തോട് പൂർണ്ണമായും ഒന്നാകണമെങ്കിൽ നമുക്ക് എന്തും കൂടെ ആവശ്യമുണ്ട്? നാമും സ്വർഗീയന്റെ പ്രതിമ ധരിക്കേണ്ട ആവശ്യമുണ്ട്. നാമും സ്തോത്രം തേജസ്കരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് പുനരുത്ഥാനം. പാപം നീങ്ങുകയും ന്യായപ്രമാണം നിവർത്തിക്കുകയും ചെയ്തതിലൂടെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ കൃപാസനത്തോട് അടുത്തു വരാം. പക്ഷെ ഇപ്പോഴും ഒരു പരിധിയുണ്ട്. അതാണ് പൗലോസ് 2 കൊരിന്ത്യർ 5 പറഞ്ഞത്, ഞങ്ങൾ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കും. കർത്താവിനോട് അകന്ന് പരദേശികൾ ആയിരിക്കുന്നു. 6-ാമത്തെ വാക്യമാണ് 2 Corinthians 5:6. ഞങ്ങൾ ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെയും കർത്താവിനോട് അകന്ന് പരദേശികളായിരിക്കുന്നു എന്ന് അറിയുന്നു. അപ്പൊ നാം ഈ ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം നമുക്ക് ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശപ്രകാരം കർത്താവിനോട് ഒന്നാകാൻ പറ്റില്ല. അതിന് നമുക്ക് കർത്താവിൻ്റേത് പോലെയുള്ള ശരീരം പ്രാപിച്ചേ പറ്റുകയുള്ളൂ. സ്തോത്രം. 1 കൊരിന്ത്യർ തന്നെ 15-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 50-ാമത്തെ വാക്യം, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. സ്തോത്രം. മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ഇന്ന് നമ്മൾ മാംസരക്തങ്ങളോടുകൂടിയ ജഡത്തിലാണ്, ശരീരത്തിലാണ് വസിക്കുന്നത്. ഇതിന് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കൂടിയേ തീരൂ? പുനരുത്ഥാനം അല്ലെങ്കിൽ രൂപാന്തരം കൂടിയേ തീരൂ. And therefore we desperately need resurrection or transformation. Resurrection or transformation. ഇത്രയും വ്യക്തമാണോ? അപ്പോൾ ചുരുക്കത്തിൽ ഇന്ന് നമ്മളായിരിക്കുന്ന ശരീരം, it is mortal. The current body we have is mortal. ഇത് മർത്യമായതാണ്. It is corruptible. ദ്രവത്വമുള്ളതാണ്. It is sinful. പാപമുള്ള ശരീരമാണിത്. എത്ര വിശുദ്ധന്മാരായി നമ്മൾ ജീവിച്ചാലും
നമ്മുടെ ജഡത്തിൽ, ശരീരത്തിൽ പാപം വസിക്കുന്നു. ഇറ്റ് ഈസ് സിൻഫുൾ ബോഡി. സിൻ അബൈഡ്സ് ഇൻ us. പാപം ഉള്ള ശരീരമാണ്. ഇറ്റ് ഈസ് വീക്ക് ബോഡി. ഇത് ബലഹീനമായ ശരീരമാണ്. വീക്ക് ബോഡി. ഇറ്റ് ഈസ് കഴ്സ്ഡ് ബോഡി. ഇത് ശപിക്കപ്പെട്ട ശരീരമാണ്. വിയർക്കുന്ന ശരീരമല്ലേ? സ്തോത്രം. വിയർപ്പ് ശാപത്തിന്റെ തെളിവാണ്. ശപിക്കപ്പെട്ട ശരീരമാണ്. അപ്പോൾ ഇങ്ങനെ പാപമുള്ള, ദ്രവത്വമുള്ള, മർത്യമായ ഈ ശാപമുള്ള, പാപം ചെയ്യുവാൻ കഴിയുന്ന ഈ ശരീരത്തിന് മാറ്റം വന്നേ പറ്റൂ. ഈ ശരീരത്തെ ഈ വിധമായ എല്ലാ താഴ്ചകളിൽ നിന്നും വിടുവിച്ച് കർത്താവിന്റെ മഹത്വ ശരീരത്തോട് അനുരൂപപ്പെടുത്തുന്ന പ്രക്രിയയ്ക്ക് പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്, റിസറക്ഷൻ ഓർ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം കൂടിയേ തീരൂ. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? ഇന്ന് നമുക്കുള്ളത് ആദാമ്യ ശരീരമാണ്. പുനരുത്ഥാനത്തിലൂടെ നമ്മൾ പ്രാപിക്കാൻ പോകുന്നത് ഒടുക്കത്തെ ആദാമായ യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. Our current body is Adamic, but by resurrection we will gain a body that of the last Adam. ഒടുക്കത്തെ ആദമായ യേശു ക്രിസ്തുവിൻ്റെതിനോട് തത്തുല്യമായ ശരീരം നാം പ്രാപിക്കും. സ്തോത്രം. ഈ ശരീരം സമയത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷേ പുനരുത്ഥാനത്തിലൂടെയോ രൂപാന്തരത്തിലൂടെയോ നമുക്ക് ലഭിക്കാൻ പോകുന്ന ശരീരം നിത്യതയ്ക്കായിട്ടുള്ളതാണ്. ഫോർ ഇറ്റേണിറ്റി. സ്തോത്രം. ഇറ്റേണിറ്റി. ഇതെല്ലാമാണ് പുനരുത്ഥാനത്തിന്റെ ആവശ്യകത. എന്തെങ്കിലും വിശദീകരണം? ഒന്നുമില്ലെങ്കിൽ ഇനിയും നാം നോക്കുന്നത് റിസറക്റ്റഡ് ബോഡി, പുനരുത്ഥാന ശരീരത്തിന്റെ പ്രത്യേകതകളാണ്. അതിൽ 10 തോന്നുന്നു നമ്മൾ ഓൾറെഡി 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞതാണ്. ആ 10 ആവർത്തിക്കുന്നില്ല. അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് നേരത്തെ തന്നെ കിട്ടി. നിങ്ങൾ ഇതിനോടകം നോക്കിക്കാണുമായിരിക്കും. 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ നിന്നാണ് നാം ആ 10 കാര്യങ്ങളും പഠിച്ചത്. അതുകൊണ്ട് കൂടുതൽ വിശദീകരണം ഇല്ലാതെ 2-3 മിനിറ്റ് കൊണ്ട് ആ ഭാഗം പറഞ്ഞ് നമുക്ക് ഇന്നത്തെ കൂടിവരവ് നിർത്താം. ഉയർത്തെഴുന്നേൽക്കാൻ പോകുന്ന ശരീരം ഏത് ശരീരമാണ്? നമ്മുടെ ഇപ്പോഴുള്ള ഇതേ ശരീരം.
the same body we have today will be resurrected. പൗലോസ് അക്കാര്യം പറയുന്നുണ്ട് 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ. പൗലോസ് ഒരൽപ്പം കാഠിന്യമുള്ള ഭാഷയിലാണ് ആ കാര്യം പറയുന്നത്. അതിന്റെ 29-ാമത്തെ വാക്യം, 29 അല്ലേ? അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യും? മരിച്ചവർ ഇല്ല കേവലം ഇല്ല ഇല്ല ഉയർത്തപ്പെടുന്നു. സോറി, 29 അല്ല, അതിന്റെ 35 ആണെന്നാണ് തോന്നുന്നത്. 35. ദൈവമോ തന്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിന്റെ ശരീരവും കൊടുക്കുന്നു. ഒരു മിനിറ്റ്. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ 35. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്ന് ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. പക്ഷെ ഒരുവൻ ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നേ? മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു, പിന്നെ ഏത് വിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കുന്നു. എന്താ പൗലോസ് പറയുന്നത്? 36. മൂഢ, നീ വിതക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതക്കുന്നതോ ഉണ്ടാകാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. അപ്പം പൗലോസ് ഇവിടെ പറയുകയാണ്, ചോദ്യം എന്താ? ചോദ്യം 35-ാമത്തെ വാക്യം, മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു, ഏത് വിധം ശരീരത്തോടെ? പൗലോസ് ഉത്തരം പറയുന്നു, ഏത് ശരീരത്തോടെയാ, എങ്ങനെയാ ഉയർക്കുന്നത്? വിതയ്ക്കപ്പെടുന്ന വിത്ത് അത് മറ്റൊരു രൂപത്തിൽ അതേ വിത്ത് മുളയ്ക്കുന്നത് പോലെ, കിളിർക്കുന്നത് പോലെ, മരിച്ച് അടക്കപ്പെടുന്ന അതേ ശരീരമാണ് ഉയർക്കുന്നത്. പക്ഷേ മറ്റൊരു രൂപത്തിൽ. അതിനെയാണ് നമ്മൾ പുനരുത്ഥാന ശരീരമെന്ന് വിളിക്കുന്നത്, ഉയർപ്പിന്റെ ദേഹമെന്ന് വിളിക്കുന്നത്. So which body is sown, the same body will be resurrected. Only one difference, in another form. That's why we call it a transformed or a translated or a resurrected body. നമ്മുടേത് ഏത് ശരീരമാണോ മരിച്ചത്, ഏത് ശരീരമാണോ അടക്കിയത്, ബറി ചെയ്തത്, അതേ ശരീരം തന്നെയാണ് ഉയർക്കുന്നത്. പക്ഷെ എന്തുമാത്രം വ്യത്യാസം? പറഞ്ഞത്തെ അത് വേറെ രൂപം കൈക്കൊള്ളുന്നു, മറ്റൊരു രൂപമാണ്. ആ വിതയ്ക്കപ്പെടുന്ന അല്ലെങ്കിൽ അടക്കപ്പെടുന്ന ശരീരത്തിന്റെയും ഉയർക്കുന്ന ശരീരത്തിന്റെയും 10 വ്യത്യസ്തതകളാണ് താരതമ്യം ചെയ്ത് താഴെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത്. സ്തോത്രം. മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. വിതയ്ക്കപ്പെടുന്ന ശരീരം അല്ലെങ്കിൽ അടക്കപ്പെടുന്ന ശരീരം എങ്ങനെയുള്ള ശരീരമാണ്? ദ്രവത്വത്തിൽ. അതെ. 42 മുതൽ കൊണ്ട് ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു.
എന്നിട്ട് ഭൂമിയിൽ നിന്ന് ഉള്ള അല്ലെങ്കിൽ ഭൗമ ശരീരം വിതയ്ക്കപ്പെടുന്നു. ഒന്നാമത്തെ ആദാമിന്റെ ശരീരത്തോട് അനുരൂപമായ ശരീരം വിതയ്ക്കപ്പെടുന്നു. ഓക്കെ, മർത്യമായത്, ദ്രവത്വമുള്ളത് വിതയ്ക്കപ്പെടുന്നു. കണ്ടോ, വിതയ്ക്കപ്പെടുന്ന നമ്മുടെ ഈ ശരീരത്തിന്റെ പ്രത്യേകതകളാണ്. അതിന് നേരെ വിപരീതം ഉയർക്കാൻ പോകുന്ന ശരീരം, പുനരുത്ഥാന ശരീരം, അദ്രവത്വത്തിൽ, തേജസ്സിൽ, ശക്തിയിൽ, ആത്മീക ശരീരം, സ്വർഗീയന്റേതുപോലെയുള്ള ശരീരം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ താഴോട്ട് വരുമ്പോൾ അമർത്യമായ ശരീരം, അദ്രവത്വമുള്ള ശരീരം, ഇങ്ങനെ താഴോട്ട് അതിന്റെ പ്രത്യേകതകൾ കാണുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചതായതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഓടിച്ചു മാത്രം പറഞ്ഞത്. ഈ വാക്യങ്ങളിൽ നിന്ന് തന്നെയാണ് നാം ചിന്തിച്ചത്. അപ്പൊ ഈ ശരീരം മരിച്ച് അടക്കപ്പെട്ടിട്ട് വേറെ ഏതോ ശരീരമല്ല ഉയർക്കുന്നത്. ഇതേ ശരീരത്തിന്റെ ഉയർപ്പാണ് സംഭവിക്കുന്നത്. ഇതേ ശരീരത്തിലേക്കാണ് ആത്മാവും ദേഹിയും കൂടെ അധിവാസത്തിനായി വരുന്നത്. അപ്പോൾ ഒരു അക്ഷരീകമായ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കും. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? പാസ്റ്റർ, ഒരാൾ മരിക്കുന്ന ഹാൻഡിക്യാപ്പ് ആയിട്ടായിരിക്കും, അവൻ ഉയർക്കുമ്പം ആ ബലഹീനത കാണത്തില്ലല്ലോ? ഇല്ല. ഓക്കെ. ബലഹീനതകളില്ലാത്ത, കുറവുകളില്ലാത്ത ശരീരത്തോടുകൂടെ ആയിരിക്കും ഉയർക്കുന്നത്. എങ്കിൽ ഈ ഒരു പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയോടെ നമ്മുടെ കർത്താവിന്റെ വരവിനെ നമുക്ക് നോക്കിപ്പാർക്കാം. ഇന്ന് നമ്മുടെ ശരീരം ബലഹീനമാണ്. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്, ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കും. രോഗവും മരണവും ഒക്കെ ഉള്ള ശരീരമാണ് വിതയ്ക്കപ്പെടുന്നത്. എന്നാൽ രോഗമില്ലാത്ത, മരണമില്ലാത്ത, ദ്രവത്വമില്ലാത്ത, യാതൊരു കുറവുകളുമില്ലാത്ത ഒരു ശരീരമാണ് നമുക്ക് ലഭിക്കുവാൻ പോകുന്നത്. അത് വേറെ ആരുടേതിനും സമമല്ല. യേശു ക്രിസ്തുവിന്റെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തിന് സമമായ ശരീരം. അപ്പോൾ നാം കർത്താവിനെ പോലെയാകും എന്നുള്ള പ്രത്യാശയോടെ ക്രിസ്തുവിന്റെ വേഗം നടക്കുന്ന വരവനായി നമുക്ക് ഒരുങ്ങാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.